സ്വന്തത്തെ ഒരാൾ അറിഞ്ഞാൽ അവന് റബ്ബിനെ അറിയും. സ്വന്തത്തെ മനസ്സിലാക്കിയാൽ മതി. ആരാണ് സ്വന്തം? ഞാനും ഇങ്ങോളൊക്കെ സ്വതന്ത്ര ചിന്തകന്മാർ എന്ന് പറയുന്നവരിത് മനസ്സിലാക്കിയിട്ടില്ല. സ്വതന്ത്ര ചിന്തകന്മാർ അവരെ മനസ്സിലാക്കിയിട്ടില്ല. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞൊരു ചിന്തനുണ്ടോ? സ്വതന്ത്രം എന്ന് പറഞ്ഞ ചിന്ത എന്ന് പറഞ്ഞതിനോട് ഒക്കൂല. ചിന്ത എന്ന് പറയണമെങ്കിൽ നിയാമകമായ ചില തത്വങ്ങളെ, നിയാമകമായ ചില നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് നടത്തുന്ന മാനസിക പ്രതിഭാസമാണല്ലോ ഈ ചിന്ത എന്ന് പറയുന്നത്. കാര്യങ്ങൾ തെർത്തീബ് നമുക്ക് വേണ്ടി തെർത്തീബും ഒരു മാലൂമത്തായ കാര്യങ്ങൾ തെർത്തീബാക്കണം. പ്രത്യേകമായതാണ് ഈ തദ്ദീലൽ മജ്ഹൂൽ. അറിയാത്ത കാര്യം കിട്ടുന്ന വിധത്തിൽ ശരിയായ വിധത്തിൽ ചിന്തിക്കുന്നതിനാണ് ചിന്ത എന്ന് പറയാം. അതിൻ്റെ അപ്പുറം ഒരു നിർവചനം വേറെ എവിടെയും പഠിച്ചിട്ടില്ല, ആരും നൽകിയിട്ടുമില്ല. നമ്മളൊന്നും പേടിക്കണ്ട. നമ്മളെ മന്ദിക്കിൻ്റെ ഇൽമിൽ നൽകപ്പെട്ട ബൗദ്ധിക കാര്യങ്ങൾക്കുള്ള ബൗദ്ധിക നിർവചനത്തെ വെല്ലാൻ പറ്റിയ നിർവചനം ഇന്ന് ആരും നിർമ്മിച്ചിട്ടില്ല, ആർക്കും പറയാനും കഴിയില്ല. അതിനെ മതി എല്ലാത്തിനും. അപ്പൊ ചിന്തന്റെ ഏറ്റവും ശരിയായ നിർവചനം അതിനെയാണ്. ആ ചിന്ത എങ്ങനെയാ സ്വതന്ത്രമാവുക? സ്വതന്ത്രമാവില്ലോ. സ്വതന്ത്ര ചിന്ത എന്നൊരു ചിന്ത അല്ല. എനിക്കെൻ്റെ സ്വാതന്ത്ര്യം, എനിക്കെൻ്റെ തെരഞ്ഞെടുപ്പ്, ഇതാണിപ്പോൾ പൊതു മുദ്രാവാക്യ. എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ തെരഞ്ഞെടുപ്പ്, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ തെരഞ്ഞെടുപ്പ്. ആണും പെണ്ണും ഇതിന് പഠിച്ചിരിക്കുക. ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒന്നായിട്ട് കിട്ടിയിട്ടുള്ള ഒന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ തെരഞ്ഞെടുപ്പ്. ഈ സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പും ഒക്കെ കിട്ടുന്നത് എവിടുന്നാ? എന്തിൻ്റെ ധർമ്മമാണിത്? എന്തിൻ്റെ ശരനാണിത്? എന്താണ് ഈ തെരഞ്ഞെടുപ്പ്? ഇത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മളെ പഠിച്ചാൽ മതി. ഈ സ്വാതന്ത്ര്യ ചിന്തകന്മാർക്ക് അവരെ പഠിച്ചിട്ടില്ല. അവരെ അമരത്വമുള്ള ആത്മാവും മരണമുള്ള ജഡവും ഇത് തമ്മിൽ ചേർന്നതല്ലേ നമ്മൾ? നമ്മുടെ ആത്മാവ് അമരത്വമാണ്, മരിക്കില്ല. മരിക്കാത്ത ആത്മാവ്, അമരത്വമുള്ള ആത്മാവ്, മരിക്കുന്ന ജഡം, നശിക്കുന്ന ജഡം. ആ ജഡത്തോട് ചേരുക. ഊർജ നിയമപ്രകാരം നശിക്കുന്നില്ല, ബോറൊന്നായി മാറുകയാണെങ്കിക്കോട്ടെ, അങ്ങനെ മതി, നഷ്ടപ്പെട്ടാൽ മതി. അങ്ങനെ നഷ്ടപ്പെടുന്ന ജഡവും നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന അമരത്വമുള്ള ആത്മാവും തമ്മിൽ ചേർന്നതാണ് നമ്മൾ. മനുഷ്യ ശിശുവായി ജനിക്കുന്ന ജീവനുള്ള കുട്ടി ഇതല്ലേ? അപ്പൊ അമരത്വമുള്ള ആത്മാവ് ഈ ജഡവുമായിട്ടുള്ള ടച്ചാണ്, ബന്ധം ഒഴിവാക്കിയാൽ കറണ്ട് ഇല്ലാത്ത ബൾബ് പോലെ, ഫ്യൂസ് പോയ ബൾബ് പോലെയാണ് നമ്മളെ ജഡം. വലിച്ചെറിയാനേ പറ്റുള്ളൂ. വലിച്ചെറിയുന്നത് മാനക്കേടല്ലേ? മനുഷ്യന്റെ മാനവികതക്കും ബഹുമാനത്തിനും എതിരില്ലേ എന്ന് കരുതിയിട്ടാണ് ശറഅ് മാനമായി കൊണ്ടുപോയി സംസ്കരിക്കണം, കബറടക്കണം എന്ന് ശറഅക്കിയത്. അതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ അവയവമെങ്കിലും ഒരു അവയവം കിട്ടിയാൽ അതിനോട് അനാദരവ് കാട്ടാൻ പാടില്ല എന്നുള്ള വലഖദ് കറംനാ ബനീ ആദം എന്ന ഖുർആൻ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ എല്ലാവരും കൈയാളുന്നത്. നമ്മളെ മുഖ്യമന്ത്രിമാരടക്കം, നമ്മളെ പ്രധാനമന്ത്രി അടക്കം ജനങ്ങളുടെ ഈ ആദരവിനെ, വലഖദ് കറംനാ ബനീ ആദം എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഈ ആദരവിനെ നല്ലോണം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിഞ്ഞില്ല ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതന്നെ. അപ്പൊ തിരിച്ചറിഞ്ഞിട്ടുള്ള ആദരവ് എന്താണ്? ഈ ആദരവ്, അത് ഈ ആദരവ് നമ്മൾ ആത്മാവ് ബന്ധപ്പെട്ടിരുന്നല്ലോ എന്നുള്ള നിലക്ക് കൊടുക്കുന്ന ആദരവാണ്. ആത്മാവ് ബന്ധപ്പെട്ടിരുന്നില്ലെങ്കിൽ ഈ ഇതില്ല. അപ്പോ 4-ാം മാസത്തിൽ അമരത്വമുള്ള ആത്മാവിൻ്റെ ടച്ച് വരുമ്പോൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ, യാന്ത്രികോപകരണങ്ങൾ, യന്ത്രോപകരണങ്ങൾ, വൈദ്യുതിയുടെ ഉപകരണം മനസ്സിലാക്കുക. വൈദ്യുതി എന്നത് പെട്ടെന്ന് അതിലേക്ക് കണക്ഷൻ ഉണ്ടാകുമ്പോൾ, ആ വൈദ്യുതിയുടെ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അതതിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെ ആത്മാവിൻ്റെ കണക്ഷൻ ഈ ജഡവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ജഡത്തിനുണ്ടാകുന്ന എല്ലാ ശേഷിയുള്ളൂ. കേൾവി അപ്പോഴേ ഉള്ളൂ, കാഴ്ച അപ്പോഴേ ഉള്ളൂ, കയ്യിൻ്റെ പിടുത്തശേഷി അപ്പോഴേ ഉള്ളൂ, കാലിൻ്റെ ചലനശേഷി അപ്പോഴേ ഉള്ളൂ, ബുദ്ധിയുടെ വകതിരിവ് അപ്പോഴേ ഉള്ളൂ, എല്ലാം അപ്പോഴേ ഉള്ളൂ. എന്ത് ഇന്ദ്രിയശേഷികൾ നമുക്കുണ്ടോ അതിൻ്റെയും, എന്തെല്ലാം തരത്തിലുള്ള അറിവുകൾ നമുക്കുണ്ടോ അതിൻ്റെയും എല്ലാം യഥാർത്ഥ ചാലകശക്തി യഥാർത്ഥത്തിലുള്ളത് ആത്മാവല്ലേ? ഈ ആത്മാവിൻ്റെ കണക്ഷൻ ജഡവുമായി ബന്ധപ്പെട്ട പിന്നെ കേൾവിയില്ല, ഒന്നുമില്ല. ജഡത്തെ ബഹുമാനപൂർവ്വം കൊണ്ടേ കുഴിച്ചുമൂടാം. പക്ഷേ ഇതേ ജഡത്തെ തന്നെയാണ് പിന്നീട് പുനരുജ്ജീവിപ്പിക്കുന്നത്. പിന്നീട് പുനരുജ്ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ ആത്മാവിനോട് ബന്ധപ്പെടാൻ പാകത്തിൽ അമരത്വമുള്ള ജഡമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പുനരുജ്ജീവിപ്പിക്കും. ഇതാണ് നമ്മുടെ പരലോക വിശ്വാസം. ഈ പരലോക വിശ്വാസത്തെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അമരത്വമുള്ള ജഡവും അമരത്വമുള്ള ആത്മാവും സമഞ്ജസം കൂടിച്ചേർന്നിട്ടുള്ള നമ്മളാണ് പരലോകത്ത് വരുന്നത്. ഈ അമരത്വം നമ്മുടെ ജഡത്തിന് കിട്ടണമെങ്കിൽ, നമ്മുടെ ജഡത്തിന് ഈ അമരത്വം ലഭിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ പവർ കൊണ്ട് വേണം
ഇനി നമുക്കുണ്ടാകുന്ന പുനഃസൃഷ്ടിക്കപ്പെടുന്ന ജഡത്തിന് കിട്ടാം. പുനഃസൃഷ്ടിക്കപ്പെടാനൊരു നന്ദും വെച്ചിട്ടുണ്ട്. നമ്മളെ മൂട്ടിലുള്ള ഒരു ചെറിയ അംശം കൊണ്ട് അതെല്ലാം നശിച്ചാലും നശിക്കാത്ത അജബുദ്ദനബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ അംശം മനുഷ്യനെ കുരങ്ങുന്നു പോന്നാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാല്, ആ വാലിൻ്റെ കുറ്റി തന്നെയാണ് ഈ അജബുദ്ദനബ് എന്ന് പറഞ്ഞാൽ. ഈ വാൽക്കുറ്റിയുടെ അംശത്തിൽ നിന്നാണ് നമ്മളുടെ ജഡം പിന്നെ പുനഃസൃഷ്ടിക്കുന്നത്. ആ ജഡം പുനഃസൃഷ്ടിച്ചാൽ അതിന് അമരത്വമാണ്, മരണമില്ല. പിന്നെ അങ്ങനെ അമരത്വം മുമ്പാവുമ്പോൾ ആ ജഡത്തോടു കൂടെ വരുമ്പോൾ ആ അമരത്വമുള്ള ജഡവും അമരത്വമുള്ള ആത്മാവും ചേർന്നത് ദുഷ്ടാത്മാവും ദുഷ്ടജഡവുമാണെങ്കിൽ നരകത്തിൽ ശാശ്വതമായ ജീവിതം, പീഡനം, ദുഃഖം, നരകജീവിതം. നേരെ മറിച്ച് അമരത്വമുള്ള ആത്മാവും അമരത്വമുള്ള ജഡവും രണ്ടും ചേർന്നിട്ട് വളരെ വിശിഷ്ടമായ ശുദ്ധമായ രീതിയിലാണെങ്കിൽ ആ ശുദ്ധമായ രീതിയിലേക്ക് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു, സ്വർഗത്തിൽ അനന്തമായി ജീവിക്കുന്നു. ഇതാണ് മതം പറയുന്നത്. ഇസ്ലാം വ്യക്തമായും പറയുന്നു. മറ്റു മതങ്ങളുടെ പരലോക ജീവിതവും പരലോക ദർശനവും നമ്മളിവിടെ പരാമർശ വിഷയമാക്കുന്നില്ല. അത് അത്തരം വേളയിൽ ആവശ്യമുള്ളൂ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസം ഇങ്ങനെയാണ്. ഈ പരലോക വിശ്വാസത്തിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്ന, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തന്നെയാണ് നമ്മൾ പറയുന്ന ഈ വസ്തുതകളൊക്കെ. ആത്മാവോ എന്തോ ഒരു സാധനം പോകുകയുള്ളൂ, ഓട്ടോപ്ലോസോ കൂട്ടോപ്ലോസോ എന്നൊക്കെ പറഞ്ഞാൽ തർക്കമില്ല. എന്തോ ഒരു സാധനം പോകുകയുള്ളൂ, ജീവൻ പോകുക എന്ന് പറയുന്നത്. ഈ ജീവൻ പോകുക എന്ന് പറയുന്നതിന് ജീവൻ നൽകുന്നതിന് ആധാരമായിട്ടുള്ള ശക്തിയായി റൂഹ് എന്ന്, ആത്മാവ് എന്ന്, കാണാൻ കഴിയാത്ത എല്ലാ സിദ്ധികളുടെയും ഉടമയായ ഞാൻ, നീ ഒക്കാത, അതെല്ലാവരും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം. കാരണം പാത്തുമാത്ത പ്രസവിക്കുന്ന കാലത്തുള്ള ഒരു മുഹമ്മദാണ്. വയസ്സ് താടിമുടൊക്കെ ചെന്നതിൻ്റെ ശേഷം ഞാൻ മുഹമ്മദ് ഇത്ര കാലത്ത് ജനിച്ചു എന്നുള്ളത്. ഞാൻ മുഹമ്മദ് ജനിച്ചിട്ടില്ല, നരച്ച മുഹമ്മദ് ജനിച്ചിട്ടില്ലല്ലോ, സ്റ്റേജിൻ്റെ മുമ്പിലിരിക്കുന്ന മുഹമ്മദ് ജനിച്ചിട്ടില്ലല്ലോ. ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കാൻ മുമ്പിൽ ഇപ്പം എൻ്റെ മുടിയൊക്കെ നരച്ചിക്കണ്. നരച്ച ഈ മുടിയുള്ള നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നൊരു വയസ്സനായ ഞാൻ ജനിച്ചത് 16/4/59 എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ പറയാം. ആ തീയതിക്ക് ഞാൻ ജനിച്ചു എന്ന് പറയാൻ ഞാനന്ന് ജനിച്ചിട്ടില്ലല്ലോ. വാസ്തവത്തിൽ ഞാനന്ന് ശൈശവദശയിലുള്ള വളരെ ചെറിയ അനക്കമില്ലാത്ത, ചെറിയ അനങ്ങാൻ മാത്രം കഴിയുന്ന കുട്ടിയാണ്. അപ്പം ആ കുട്ടിയായ കാലത്ത് ഞാൻ തന്നെയാണ് വലുതായതിൻ്റെ ശേഷം ഞാനാകുന്നത്. ഇത് ജഡത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരിക്കലും പറയാൻ വയ്യ. ആത്മാവാണ് അപ്പോൾ ഞാനും നീയുമൊക്കെ. അപ്പം ഞാൻ, നീ, അവൻ, അവൾ എന്ന് പറയുന്നതൊക്കെ സത്യത്തിൽ ആത്മാവാണ്. ഇതല്ലെന്ന് പറയാൻ മരണവും ജീവിതവും മനസ്സിലാക്കിയിട്ടുള്ള ഒരൊറ്റ മനുഷ്യനും സാധ്യമല്ല. ഓൻ എത്ര വലിയ സ്വതന്ത്ര ചിന്തകനാണെങ്കിലും എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും അവൻ, അവൾ, ഞാൻ, നീ എന്നൊക്കെ പറയുന്നത് എത്രയോ കാലം കഴിഞ്ഞ് വലുതായാലും ചുക്കിച്ചുളിഞ്ഞു കണ്ട് പോയാലും നല്ല യൗവനകാലത്തുള്ള അയാൾ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത്. വയസ്സ് വന്നിട്ടും ഇത് രണ്ടും ഒന്നാകണമെങ്കിൽ തീർച്ചയായും ഇത് അവ രണ്ടിനെയും ചലിപ്പിക്കുന്ന ചാലക ശക്തിയായ, അതിൻ്റെ യഥാർത്ഥ ശക്തിയായ ആത്മാവിനെ പ്രതി മാത്രമേ ഈ വിശേഷണം ഫിറ്റാവൂ. അപ്പം അതുകൊണ്ട് ആത്മാവാണ് ശരിക്കും ഞാനും നീയുമൊക്കെ. ഈ ആത്മാവിൻ്റെ അമരത്വം, ഈ അമരത്വത്തിന് പറ്റുന്ന തരത്തിൽ ആത്മാവ് ജഡവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ജഡത്തെ നിലനിർത്തണമെങ്കിൽ ജീവനോടുകൂടെ നിലനിർത്താൻ ഭക്ഷണം വേണം, ജീവനോടുകൂടെ നിലനിർത്താൻ ഭൗതിക വിഭവങ്ങൾ വേണം, കടന്നുറങ്ങാൻ സ്ഥലം വേണം, കുളിക്കാൻ വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. ഇങ്ങനെ വേണ്ടതൊക്കെ ഈ ജഡത്തിന് വേണ്ട പോലെ ആ ജഡവുമായി ബന്ധപ്പെട്ട ആത്മാവ് എന്ന് പറയുന്ന ആ അജ്ഞാതമായ, അദൃശ്യമായ, ഇന്ദ്രിയാതീതമായ ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിക്കും വേണം ഭക്ഷണം, വിഭവങ്ങൾ, ആശയങ്ങൾ, ഇതൊക്കെ വേണം. അപ്പം ആത്മാവിന് വേണ്ട ആ ആശയങ്ങളും ആത്മാവിന് ശക്തി പകരാൻ വേണ്ട ആശയങ്ങളും ആത്മാവിൻ്റെ അമരത്വം കൊണ്ട് ഇനിമേലിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ആ ജഡത്തിന് സർവസുഖ സൗകര്യങ്ങളും മുഴുവൻ പ്രദാനം ചെയ്യാനും അതൊക്കെ ആസ്വദിക്കാനും പറ്റുന്ന ആ ഒരു സജ്ജീകരണ ശേഷി ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടി കൈമാറേണ്ട സന്ദേശങ്ങൾ, ജീവിത നിയമങ്ങൾ. ഈ ജീവിത നിയമങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പം ആദ്യം എന്ത് വേണം? ഈ പ്രപഞ്ചം സനാഥമാണോ അനാഥമാണോ എന്ന് ആദ്യം ചിന്തിക്കണം. സനാഥമാണ് ഈ പ്രപഞ്ചം, സനാഥമാണ് നമ്മൾ, സനാഥരാണ് നമ്മൾ എന്നൊക്കെ മനസ്സിലാക്കിയാൽ, അല്ലാഹു തആലാന്റെ ഏകത്വം അംഗീകരിച്ചാൽ, തൗഹീദ് അംഗീകരിച്ചാൽ അത് ബുദ്ധിപരമാണ്.
ആ പോയിന്റിലാണ് മതവിരുദ്ധരും യുക്തിവാദികളും ഒക്കെ കടന്നു കളിക്കുന്നത്. പക്ഷേ അത് ചർച്ച ചെയ്യാൻ പോലെ ആരുമായിട്ട് കിട്ടൂല. പ്രപഞ്ചം സനാഥമാണോ അനാഥമാണോ എന്നുള്ള പോയിന്റ് ചർച്ച ചെയ്യാൻ ആരും കിട്ടൂല. ഓല് നമ്മളെ വഹാബികൾ കളിച്ചണ മാതിരിയാ. വഹാബികൾ കളിച്ചണ മൗലൂദ് ഓതാൻ പറ്റുമോ, മറ്റോ ഓതാൻ പറ്റുമോ, നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന പറ്റുമോ, അത് വിധേയത്തില്ലേ, ഇത് വെറുതെ കളിച്ചുകൊണ്ട് നിന്നാൽ മൂല്യന്മാർ കയ്യിൽ ഇങ്ങനെ കളിച്ചാലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാൽ അപ്പുറപ്പുറമൊക്കെ പറയാൻ കിട്ടുമല്ലോ. കാരണം കർമ്മശാസ്ത്രമല്ലേ, കർമ്മശാസ്ത്രത്തിലെ പണ്ഡിതന്മാരെ ഭിന്നിപ്പിൻ്റെ മൊഴികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കിട്ടുമല്ലോ. ഇതേമാതിരിത്തെ കുറേ ഖദറിൻ്റെ കാര്യം, കുറേ മറ്റിൻ്റെ കാര്യവും പറഞ്ഞിങ്ങനെ കളിച്ച സ്വതന്ത്ര ചിന്തകന്മാർ. ഈ പ്രപഞ്ചം അനാഥമാണോ സനാഥമാണോ എന്ന് പറയുന്ന പോയിന്റിൻ്റെ അവിടെ ബുദ്ധിപരമായി തന്നെ തൗഹീദ് സ്ഥാപിക്കാൻ പറ്റും. അതിന് വേറെ പ്രമാണങ്ങൾ ആവശ്യമില്ല. ബുദ്ധി തന്നെയാണ് തൗഹീദ് സ്ഥാപിക്കാനുള്ള പ്രമാണം. ബുദ്ധിയുള്ള ആരും, അവർ സ്വതന്ത്ര ബുദ്ധിമാന്മാരാവട്ടെ, സ്വതന്ത്ര ചിന്തകരാവട്ടെ, അല്ലാത്തവരാവട്ടെ, അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ, ഇല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ളവരുടെ മുമ്പിലെത്തിയാൽ ശരിക്ക് സംവാദത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന പരമാർത്ഥമാണ് പ്രപഞ്ചം സനാഥമാണ് എന്ന്. പ്രപഞ്ചം സനാഥമാണെങ്കിൽ ആ പ്രപഞ്ചം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നൊക്കെ ചിന്തിക്കണം. കാരണം ഒരുപാട് പ്രപഞ്ചത്തിലെ കണികകൾ നമുക്ക് ആവശ്യമില്ലാത്തതായി കാണുന്നുണ്ട്. നമുക്കൊന്നറിയാം, സൂര്യൻ പകല് വെളിച്ചം തരുന്നു. ചന്ദ്രൻ്റെ ഒന്നും കുറച്ചൊക്കെ കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, ചന്ദ്രനില്ലെങ്കിൽ അതാവും ഇതാവും എന്നൊക്കെ തിരിയുന്നുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ മാസം കാണാനെങ്കിലും പറ്റുമല്ലോ ചന്ദ്രൻ, അതെങ്കിലും നമുക്ക് തിരിയുന്നുണ്ട് ചന്ദ്രനും സൂര്യനും. മിന്നാമിനുകൾ ഒരുപാടില്ലല്ലോ അവിടെ. എന്തിനാണ് ഇതൊക്കെ എന്ന് തിരിഞ്ഞിക്കണോ? നമ്മളെ ഭൂമിയിലൊന്ന് തോണ്ടി നോക്കി, മണ്ണിൽ, ഈ മണ്ണിലൊന്ന് തോണ്ടി വെക്കാൻ എത്രേ ഇരകളാണ്, എത്രേ ചെറിയ ചെറിയ ജീവികളാണ്, എത്ര പൂഴി ഇരകളാണ് കാണുവാൻ കഴിയുക. ഒരു ലേശം വെളിച്ചമില്ലാത്ത സമയത്ത് എവിടെയെങ്കിലും ഒരു മുറ്റത്ത് കൊണ്ടുപോയിട്ട്, നിരത്ത് കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വിളക്ക് കത്തിച്ച് നോക്കി, ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഈയാമ്പാറ്റകളും പ്രാണികളും എന്തൊക്കെ തരത്തിലുള്ള പ്രാണികളാണ്. അതിൻ്റെ പേര് കിട്ടുമോ, ഉപകാരം കിട്ടുമോ, ഉപയോഗം കിട്ടുമോ, എന്തിനാണെന്ന് അറിയില്ല. കോടാനുകോടി പ്രാപഞ്ചിക സൃഷ്ടികളെ ഞമ്മക്കറിയാത്തതാ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനുഷ്യന്റെ ആ ദുർബലാവസ്ഥ ഇവിടെ ബോധ്യപ്പെടും. ഖുലിഖൽ ഇൻസാനു ദഈഫാ എന്ന് പറയുന്ന ഈ ദുർബലാവസ്ഥയും ഇവിടെ ബോധ്യപ്പെടും. നമുക്ക് എന്ത് വിവരാ, എന്തു കുന്തം വിവരാ ഒരു സാധനത്തിന്റെ പേര് പറയാൻ കിട്ടാത്ത, നമ്മളിന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഓരോന്ന് വരെ ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഈ പൂമ്പാറ്റകളുടെ കൂട്ടം എമ്പാടും. അപ്പോൾ വീട്ടിലൊക്കെ ഓരോരോ പൂമ്പാറ്റകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഏത് തരമൊക്കെ പൂമ്പാറ്റകളാണെന്നറിയോ? ഇതൊക്കെ എന്തിനാവും പഠിച്ചത്? പലതരം പുഴുകൾ, ഈ രോമപ്പുഴുണ്ടല്ലോ, അതൊക്കെ എന്തിനാ പഠിച്ചത്? നിങ്ങൾ ചിലതന്നെ കാണുള്ളൂ, മൾബറിക്ക് അല്ലെ ഈ തേക്കുമ്മൽ, ഇങ്ങനത്തെ കുറേ മരത്തുമ്മലല്ലേ ഈ രോമപ്പുഴു കാണുള്ളൂ. ഈ തൊപ്പപ്പുഴു പറയണ പുഴു, എന്തൊരു സൗന്ദര്യം, എന്ത് വരകൾ, എന്തെല്ലാം കാഴ്ചകൾ. ഇതൊക്കെ എന്തിനാണ് ചിന്തിച്ച ഫഫീകുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ റബ്ബാണ് എന്നറിയിക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങൾ എമ്പാടും ഏതൊന്നെടുത്താലും ഉണ്ട്. ഈ പ്രപഞ്ചത്തിന് ഒന്നെടുത്താൽ മതി, അതിലുണ്ട്. ഒരു തൊപ്പപ്പുഴു എടുത്താൽ മതി, ആ തൊപ്പപ്പുഴുവിൽ മാത്രം പരിശോധിച്ചാൽ ഏകനായ അള്ളാഹുവിൻ്റെ ഏകത്വം തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ എമ്പാടുമുണ്ട്. ഏത് സ്വതന്ത്ര ചിന്തകരെയും മുട്ടിക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കും, പണ്ഡിതന്മാർക്ക് സാധിക്കും. അത്തരത്തിലുള്ള ചിന്തകൾ അതിലുണ്ട്. അങ്ങനത്തെ ചിന്തകളുടെ ഈ പ്രപഞ്ചത്തിലെ ചെറിയ ഒരു അംശത്തെ പറ്റി നമ്മൾ എന്നാൽ അതിൻ്റെ ഒക്കെ മേലധികാരി നമ്മളാ. അതാ രസം, അതിൻ്റെ ഒക്കെ മേലധികാരി നമ്മൾ മനുഷ്യർ. അതിപ്പോൾ സ്വതന്ത്ര ചിന്തകൾ സമ്മതിക്കുമല്ലോ, നമ്മൾ തന്നെയാണ് വലുതെന്ന്, നമ്മളാണ് കേമക്കാരെന്ന്. അതിൽ വേറൊന്നുമില്ല. പിന്നൊരു കേമന്മാരും ഉണ്ട് നമ്മൾ മതക്കാർ വിശ്വസിക്കുന്നത്. നമ്മളെക്കാൾ ഈ ഭൂമിയിൽ അധികമുള്ള ജിന്ന്, അത് പക്ഷേ സ്വതന്ത്ര ചിന്തകന്മാരും യുക്തിവാദികളൊന്നും സമ്മതിക്കൂല ജിന്നിനെ. അത് വഹാബികളിൽ തന്നെ ഒരു കൂട്ടർ ഇപ്പോൾ മനസ്സിലാക്കിയിരുന്നുള്ളൂ, വേറൊരു കൂട്ടർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല എൻ്റെ യഥാർത്ഥം ഒന്നും എന്താണ്. ഏതായാലും ആവട്ടെ, ജിന്ന് എന്നാണ് ഒരു കൂട്ടർ ഇൻസു പോലെ ഉണ്ട്. ഈ ജിന്നും ഇൻസുമാണ് കേമന്മാർ. ഈ ജിന്ന് ഇൻസിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളൊക്കെയും ജിന്ന് ഇൻസിൻ്റെ ഉപയോഗത്തിലാണ് എന്ന് കണ്ടെത്തിയിടത്തോളം കണ്ടെത്തിയിടത്തോളം നമ്മളെ വിവരക്കുറവാണ്. അപ്പം ആ ഊത്തിത്തുമ്പിന് എൽമി ഇല്ല കലീല. എൽമ് കിട്ടിയിടത്തോളം വിവരമുണ്ടോ, ആ വിവരങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിൽ അതിനൊക്കെ സ്വാധീനമുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനമില്ലാത്ത ഒരു സൃഷ്ടിയും ഇവിടെ ഇല്ല. അപ്പൊ എല്ലാ സൃഷ്ടികളും ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയുടെ മുകളിൽ നിങ്ങൾക്ക് കാണുന്ന എല്ലാം, ഭൂമിയുടെ അകത്ത് നിങ്ങൾക്ക് കാണുന്ന എല്ലാം. അവിടെ ഖുർആന്റെ പ്രയോഗം അങ്ങനെയാ, ഖലഖലക്കും മാ ഫിൽ അർളി, ഭൂമിക്കകത്ത്.
ഭൂമിക്കകത്ത് കാണുന്നതെല്ലാം, ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്ന് കാണാം. നമുക്ക് പൊന്ന് കിട്ടിയിരിക്കണ്, ചെമ്പ് കിട്ടിയിരിക്കണ്, ഓട കിട്ടിയിരിക്കണ്, മറ്റേത് കിട്ടിയിരിക്കണ, ഇതൊക്കെ ഭൂമിക്കകത്ത് നിന്നാണ്. ആ ഭൂമിക്കകത്ത് നിന്ന് കിട്ടിയതും നമ്മുടെ ഉപയോഗത്തിനാണ്. ഭൂമിക്ക് പുറത്തുള്ളതെല്ലാം നമ്മുടെ ഉപയോഗത്തിനാണ്. നമുക്കെന്തെങ്കിലും ഒരു നേട്ടമില്ലാത്ത ഒന്നുമില്ല. പ്രകൃതി ശാസ്ത്രജ്ഞന്മാരും ജന്തുശാസ്ത്രജ്ഞന്മാരും പ്രാണിശാസ്ത്രജ്ഞന്മാരും എന്തിനെക്കുറിച്ച് പഠിച്ചാലും അവസാനം അത് മനുഷ്യോപയോഗവും മനുഷ്യന്റെ ജീവിതത്തിലെ സ്വാധീനവും കണ്ടെത്താതിരിക്കില്ല. അങ്ങനെയുള്ള ഉദാത്ത ജീവിയായ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ പ്രാണികളെപ്പോലെ, ആ ജന്തുക്കളെപ്പോലെ, മറ്റ് ഈ പ്രാപഞ്ചിക വസ്തുക്കളിൽ നമുക്ക് ഉപകാരത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളെപ്പോലെ അങ്ങനെ പോകാൻ പറ്റുമല്ലോ. ഇതിനെയെല്ലാം ഉപകാരപ്പെടുത്തി ഉപയോഗപ്പെടുത്തി നമ്മളുണ്ടാകുന്നതിൻ്റെ ലക്ഷക്കണക്കിന് മുമ്പ് വർഷങ്ങൾ സൃഷ്ടിച്ചിരിക്കണം ശാസ്ത്രീയമായി. ഖുർആൻ അങ്ങനെ പറഞ്ഞു തരുന്നൊന്നുമില്ല. പക്ഷെ ശാസ്ത്രീയമായി മനസ്സിലാക്കണമെങ്കിൽ ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മുടെ കണ്ണിൽ തട്ടിയിട്ട് മാത്രമാണ് നമുക്ക് ആ കാണുന്ന മിന്നാമിനുങ്ങുകൾ എന്ന മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങ് എന്നല്ലേ, ആ മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങിൻ്റെ കൂട്ടമെന്നോണം എന്ന് പറയുന്ന ആ കൂട്ടങ്ങളെ കാണണമെങ്കിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് വന്ന വെളിച്ചം നമ്മളെ കണ്ണിലെത്തുമ്പോഴേ നമ്മൾ കാണുള്ളൂ. അപ്പൊ എത്ര കൊല്ലം മുമ്പ് പടക്കണം ശാസ്ത്രീയമായി സംസാരിക്കുന്നവരാണെങ്കിൽ? അങ്ങനെയുള്ളതിനെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഭൂമുഖത്തുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണെങ്കിൽ ആ ആളുകൾ വലിയ കേമന്മാർ തന്നെയാണല്ലോ. അതാണ് സഹ്റലക്കും എന്നും പറഞ്ഞുകൊണ്ട് ഓതിയായത് എല്ലാം നമുക്കും വേണ്ടിയാണ്. എല്ലാം നമുക്ക് വിധേയപ്പെടുത്തി, അതിനൊക്കെ വിധേയപ്പെടുത്താൻ പറ്റുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മൾ സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ എത്തുന്നത്. ഇനി സൂര്യനിലേക്ക് എത്തണ എന്നാണാവോ? എത്താന്ന് പറഞ്ഞാൽ നമ്മളവിടെ തലകുനിക്കൊന്നുമില്ല. എത്താം, എല്ലാം നമുക്കും വേണ്ടി സൃഷ്ടിച്ചതാ, കീഴ്പ്പെടുത്തുന്നതാണ് അള്ളാഹു താല പറഞ്ഞതാണ്. അപ്പം ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി കേന്ദ്രമായ മനുഷ്യജീവി എന്ന് പറയുന്ന കേന്ദ്രജീവി, ആ ജീവിയും അതുപോലുള്ള ജിന്ന് എന്ന വർഗവും. അതിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് നേരത്തെ പറഞ്ഞത് എല്ലാ ജീവികൾക്കും അതതിൻ്റെ ജീവിതത്തിൻ്റെതായ ചിട്ടകളും വ്യവസ്ഥിതികളും വ്യവസ്ഥാപിതമായി തന്നെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതതിൻ്റെ ഭ്രമണപഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അതതിൻ്റെ ഭ്രമണത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ദിശയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ ജീവിച്ചു ഒടുങ്ങുന്ന സമയം വരുമ്പോൾ ഒടുങ്ങുന്നു. അവയെ പിന്നെ പുനഃസൃഷ്ടിക്കപ്പെടുന്നുണ്ടോ, പുനർജന്മം നൽകപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ആരും അത് ചിന്തിച്ചിട്ടുമില്ല, മതങ്ങളൊന്നും അത് പറഞ്ഞിട്ടുമില്ല. ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നീതി വെളിപ്പെടുത്താൻ ബഹായിമുകൾക്കിടയിൽ കിസാസ് എടുക്കും എന്ന ഒരു ഹദീസുണ്ട്. അത് അള്ളാഹുവിൻ്റെ നീതി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കിസാസാണ്. അല്ലാതെ ഒരു പുനർജന്മവും സ്വർഗം കൊടുക്കാനോ നരകം കൊടുക്കാനോ ഈ ജീവികൾക്കൊന്നുമില്ല. അപ്പം അമരന്മാരായ മനുഷ്യന്മാരെയും അമരന്മാരായ ജിന്നുകളെയും, എന്ന് വെച്ചാൽ അമരന്മാരായത് എങ്ങനെയാ? അമരത്വമുള്ള ആത്മാവുള്ള മനുഷ്യർ, അമരത്വമുള്ള ആത്മാവുള്ള ജിന്നുകൾ. അപ്പം അമരന്മാരായ മനുഷ്യന്മാരെയും അമരന്മാരായ ജിന്നുകളെയും മാത്രമാണ് അമരത്വ ജീവിതം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. ആ അമരത്വ ജീവിതത്തിലേക്ക് എന്തൊക്കെ ചെയ്യണം, അതിന് ശരീരത്തെ എങ്ങനെ വേണം, അതിന് ശരീരത്തെ എങ്ങനെ ശരിയാക്കണം, ശരീരത്തെ എങ്ങനെ നിയന്ത്രിക്കണം, ആത്മാവിന് എന്തൊക്കെ നൽകണം എന്ന് സ്രഷ്ടാവായ യജമാനനായ അള്ളാഹുവല്ലാതെ ആർക്കും അറിയില്ല. എങ്ങനെ ചിന്തിച്ചിട്ടാലും അറിയില്ല. പരലോകത്ത് നമ്മളെ ജഡം നിലനിൽക്കേണ്ടത് എങ്ങനെ, പരലോകത്ത് നമ്മുടെ ആത്മാവ് നിലനിൽക്കേണ്ടത് എങ്ങനെ, അതിനെന്തൊക്കെ നൽകണം, അതിൻ്റെ പോഷക മൂല്യങ്ങൾ എന്താണ്, അതിൻ്റെ ജീവൻ നിലനിർത്തുന്ന ഘടകങ്ങൾ എന്താണ്, അമരത്വം നിലനിൽക്കുന്ന വിധം അതിനെ സജ്ജീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പാകത അതിന് കൈവരിക്കാനുള്ള വെളിച്ചം എന്താണ്? ഈ വെളിച്ചം യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ബോധ്യപ്പെടുന്ന തിരിച്ചറിയുന്ന ബുദ്ധി നൽകപ്പെട്ടിരിക്കുന്ന വിഭാഗത്തിന് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം കൊണ്ട് കനിഞ്ഞേകുകയാണ്. ആ കനിഞ്ഞേകുന്നതായ വലിയ മഹത്വത്തിൻ്റെ പേരാണ് അള്ളാഹുവിൻ്റെ റിസാലത്ത്. ഈ റിസാലത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വെളിച്ചം ഇങ്ങനെ നൽകുകയാണ്. എന്തിന്? അമരത്വമുള്ള ആ ജീവിതം നമുക്ക് കിട്ടാൻ, അമരന്മാരായി നമ്മൾ സുഖത്തിൽ ജീവിക്കാൻ. അല്ലെങ്കിൽ അമരത്വമുള്ള ദുഃഖം തന്നെയാണ് ഉണ്ടാകുക, ജഹന്നം. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. സ്വർഗീയ സുഖം നൽകി അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സ്വർഗം നരകം എന്ന് പറയുന്ന അമരത്വമുള്ള രണ്ട് ജീവിതമുണ്ടല്ലോ. ഒരു ജീവിതം സുമ്മല യമൂത്തു ഫീഹാ വലാ യഹ്യാ, ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല, ജീവിക്കുന്നുമുണ്ട് മരിക്കുന്നുമുണ്ട് എന്നുള്ള ജീവിതമാണ്. അതാണ് നരകം. മറ്റേ ജീവിതോ
ശാശ്വതമായ എല്ലാ സുഖ സൗകര്യങ്ങളും അതിൻ്റെ സാക്ഷാൽ രൂപത്തിലുള്ള മായം കലരാത്ത എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള സ്വർഗീയ ജീവിതം. ഈ രണ്ടു ജീവിതത്തെ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ആ ജീവിതത്തിൽ നിന്ന് താക്കീത് നൽകിക്കൊണ്ട് നരകജീവിതത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനും സുവിശേഷം നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവർ വഴി നടത്താനും വേണ്ടിയാണ് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ബഷീറം വനദീറ, ഈ ബിഷാറത്തിനും നദാറത്തിനുമാണ് അള്ളാഹു തആലാന്റെ അമ്പിയാക്കന്മാരും മുർസലുകളും. അതിന് പറ്റുന്ന തരത്തിലുള്ള ഹഖീഖത്താണ് അവരുടെ ഹഖീഖത്ത്, അവരുടെ സത്ത, നബിമാരുടെ സത്ത. നബിമാരുടെ സത്ത അവരുടെ ശരീരം അതിന് പറ്റുന്ന ശരീരമാണ്. എന്താ ശരീരം? വെളിച്ചത്തിൻ്റെതല്ലാത്ത ഒരംശം അവരുടെ ശരീരത്തിൻ്റെ ആത്മാവിനുമില്ല, ശരീരത്തിനുമില്ല. അവരുടെ തടിയുടെ ആത്മവെളിച്ചം മാത്രം. മറ്റു മനുഷ്യന്മാർക്കൊക്കെ ജിസ്മുണ്ടല്ലോ, ജിസ്മു മണ്ണിൽ നിന്നാണ്. ആ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ജിസ്മിനെ പോഷിപ്പിക്കുന്ന ആഹാരങ്ങളാണ് കഴിക്കുന്നത്. ആ ജീവൻ നിലനിർത്താൻ വേണ്ട വെള്ളമാണ് കുടിക്കുന്നത്. അതിന് പറ്റുന്ന സുഖ സൗകര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതിന് പറ്റുന്ന പ്രവൃത്തികളിലാണ് ഏർപ്പെടുന്നത്. അതിനാൽ ശരീരത്തിനുണ്ടായിത്തീരുന്ന മോഹങ്ങൾ, കാമങ്ങൾ, ക്രോധങ്ങൾ, ഇതൊക്കെയും ഉണ്ടാക്കി തീർക്കുന്ന പൊല്ലാപ്പുകളിലേക്കാണ് നമ്മുടെ ശരീരം നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഷഹവാത്തുകളും ഹവായും എല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ശരീരം, ആ ശരീരത്തെ ഇതിനൊക്കെ അഴിച്ചുവിടാതെ സ്വതന്ത്രമായി വിടാതെ എനിക്കെൻ്റെ സ്വാതന്ത്ര്യം, എനിക്കെൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ആ തെരഞ്ഞെടുപ്പും സ്വാതന്ത്ര്യവും ഒന്ന് നിർത്തി, എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യം തരാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം തരാം. നേരത്തെ ഇവിടെ പറഞ്ഞ ഉബൂദിയത്തില്ലേ, ആ ഉബൂദിയത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിൻ്റെ പേരാണ് ഉബൂദത്ത്. ഉബൂദിയത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ പേര് ഉബൂദത്ത്. ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ റബ്ബായ അള്ളാഹുവിനിക്ക് അടിമയായിക്കൊണ്ട് ജീവിക്കുക, അള്ളാഹുവിൻ്റെ വിനീത ദാസനായിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഉബൂദിയ. ആ ഉബൂദിയത്ത് എന്ന ഹത്ത് നമ്മൾ പാലിക്കേണ്ടതാണ്. പടച്ചോൻ റബ്ബാണ്, നമ്മൾ അവൻ്റെ അടിമകളാണ്. അടിമകളായ നമ്മൾ റബ്ബ് എന്ത് പറഞ്ഞോ അതനുസരിച്ച് ജീവിക്കണം. ആരാ റബ്ബ് പറഞ്ഞു തരിക? അതാണ് നബിമാർ പറഞ്ഞു തരും. നബിമാരും മുർസലീങ്ങളും പറഞ്ഞു തരുന്ന ജീവിതത്തിലൂടെ നമ്മൾ ജീവിച്ചാൽ അപ്പോഴാണ് നമ്മൾ റബ്ബിൻ്റെ റുബൂബിയ്യത്തിനെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന കേവലം ദാസന്മാരും അടിമകളും വിനീതന്മാരുമായി മാറുന്ന ഉബൂദിയത്തിൻ്റെ തലത്തിൽ നമ്മൾ എത്തുക. അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ഉബൂദിയത്ത് നമ്മൾ തിരഞ്ഞെടുക്കണം. ഉബൂദിയത്ത് നമ്മൾ തിരഞ്ഞെടുത്താൽ അപ്പൊ കിട്ടുന്ന മാനസികാവസ്ഥയുടെയും ആത്മീയാവസ്ഥയുടെയും പേരാണ് ഉബൂദ. സ്വാതന്ത്ര്യം എന്നാണ് അതിൻ്റെ അർത്ഥം, പരമസ്വാതന്ത്ര്യം. ഈ പരമസ്വാതന്ത്ര്യം കിട്ടിയവർ അല്ലാഹു തആലാന്റെ മനുഷ്യരിൽ കുറച്ചു പേരുള്ളൂ. ആരാ കുറച്ചു പേർ? വകുന്തും അസ്വാജൻ സലാസ വഅസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമ മാ അസ്ഹാബുൽ മശ്അമ വസാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. 3 കൂട്ടരാണ് നമ്മൾ. ഒന്ന് പേച്ചോല്, അസ്ഹാബുൽ മശ്അമ ദരേക്കാർ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. മറ്റൊരു കൂട്ടര് നല്ലോല് തന്നെ, അസ്ഹാബുൽ മൈമന, വലങ്കയ്യിന് കിതാബ് നൽകി അതനുസരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അള്ളാഹിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. അള്ളാഹു ആ വിഭാഗത്തിലെങ്കിലും നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കൂട്ടര് മുഖറബൂൻ, അസ്സാബിഖൂൻ വസ്സാബിഖൂൻ ഉലൈക ഹുമുൽ മുഖറബൂൻ. അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവർ. അള്ളാഹിൻ്റെ സാമീപ്യം നേടിയവർക്ക് എന്താ ഖുർആൻ പറഞ്ഞ്? ഫഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാല്ലീൻ ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം. 2 കൂട്ടരെ, മൈമനത്തുകാരും മശ്അമത്തുകാരും പറയുന്നതിൻ്റെ മുമ്പ് അല്ലാഹു പറയുന്നു ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നതു നഈം. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായിട്ടുള്ള നന്മകളിലെല്ലാം സുഹൃതങ്ങളിലെല്ലാം അമ്പിയാക്കന്മാരെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, പൂർണ്ണമായി അനുകരിച്ചുകൊണ്ട്, അവരുടെ വെളിച്ചം മാത്രം ജീവിതത്തിൽ കൊണ്ട് ഉബൂദിയ്യത്തിലായി ജീവിച്ചിട്ടുള്ള, ശരിയായ കടമ നിർവഹിച്ചിട്ടുള്ള മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവരാണ്. അവരെ വിശേഷിപ്പിച്ചത് ഒരിടത്തെന്താ? ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തിലേക്കെല്ലാം ഉളരിയവർ.
എല്ലാ നന്മകളിലേക്കും ഉള്ളിലേക്ക് നല്ല കാര്യം എന്ന് പറയുന്നതേ ഓരോ ജീവിതത്തിലുള്ളൂ. അങ്ങനെയുള്ള കൂട്ടക്കാർ മുഖറബീൻ. ആ മുഖറബീങ്ങൾക്ക് എന്താ പ്രത്യേകത? റൗഹും വറൈഹാൻ വജന്നത്തു നഈം. സുഖോ സുഖം, പരമാനന്ദം, സ്വർഗവും. സ്വർഗീയ സുഖം, പരലോകത്ത് ജീവിക്കുന്ന സ്വർഗം. സുഖോ സുഖം, പരമാനന്ദം. ഈ പരമാനന്ദം, പരമസുഖം എന്ന് പറയുന്ന മാനസികാവസ്ഥയാണ് ഉബൂദ, സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ. ഈ സ്വാതന്ത്ര്യം വേണോ? എന്നാ സ്വതന്ത്ര ചിന്തകന്മാർ ഇപ്പോഴത്തെ സ്വതന്ത്ര ചിന്തകൾ ഒഴിക്കണം. ലേശക്ക മതമുണ്ട് എന്ന് പറയുന്നവരും അല്പാൽപമുള്ള സ്വതന്ത്ര ചിന്തകൾ ഒഴിവാക്കണം. പിന്നെന്ത് വേണം? സ്വാതന്ത്ര്യം തീർത്തും ഇല്ലാതാക്കി അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും മുർസലീങ്ങൾ കൊണ്ടുവരുന്ന വെളിച്ചത്തിനും വിധേയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുമ്പോഴാണ് ഈ പരമാനന്ദം എന്ന് പറയുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഉബൂദത്തിലേക്ക് എത്തുക. ഈ ഉബൂദത്തിലേക്ക് എത്തിക്കാൻ വേണ്ട വെളിച്ചം നമുക്ക് ആരാ നൽകുക? അത് നൽകാൻ പറ്റുന്ന പ്രകൃതിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളവരാണ്. അള്ളാഹു തആലാന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ നിന്ന് അമ്പിയാക്കൻ എന്ന് പറയുന്നവരടക്കമുള്ള ഒരു വലിയ വിഭാഗം. അമ്പിയാക്കന്മാരും അതിലൊരടക്കമുള്ളവരാണ്. അവരവരിൽ ഏറ്റവും ഉന്നതരാണ്.